യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ ഐ ഡി കാർഡിനെ കുറിച്ച് എന്താ രാഹുലിന് പറയാനുള്ളത്? അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഞാൻ അതിനകത്ത് ഒന്നാമത്തെ ദിവസം തൊട്ട് എടുത്തിട്ടുള്ള നിലപാടുകളിലൊരു സുതാര്യതയുണ്ട്. ഏത് തരം അന്വേഷണം നിങ്ങൾക്ക് നടത്താം, സ്റ്റേറ്റിൻ്റെ സെൻട്രലിൻ്റെ ഏത് ഏജൻസി, ഇനി ഇൻ്റർനാഷണൽ ഏജൻസി കൊണ്ടുവന്നുള്ളൂ. ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ ശിക്ഷിക്കുള്ളൂ. ഞങ്ങളതിനകത്തൊരു പ്രതിരോധവും തീർക്കാനില്ല, ഒരു പ്രതിരോധവും തീർക്കേണ്ടുന്ന ബാധ്യതയും ഞങ്ങൾക്കില്ല. പക്ഷേ ആ കേസ് പറഞ്ഞുകൊണ്ട് തുടക്കം തൊട്ട് യൂത്ത് കോൺഗ്രസിനെ അങ്ങ് നിർവീര്യമാക്കിയേക്കാം എന്ന് പറയുന്നൊരു പദ്ധതി സർക്കാരിനുണ്ടായിരുന്നു. ആ പദ്ധതിയാണ് ടിയർ ഗ്യാസിനേക്കാൾ വേഗത്തിൽ ചീറ്റിൽ പോയത്. ഞങ്ങൾ ആ കേസിൻ്റെ പിന്നാലെ പോകാനില്ല. സർക്കാരിന് പോകാവുന്നിടത്തോളം പോകട്ടെ, എത്ര വേണേൽ പോകാം. ഏതെല്ലാം ഏജൻസികൾ സർക്കാരിൽ അന്വേഷിക്കട്ടെ. ഏറ്റവും അവസാനം പിടിയിലായവർക്കും രാഹുൽ മാങ്കൂട്ടത്തിനുമായി അടുപ്പമുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്താണ് രാഹുൽ? യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെയാണല്ലോ ഈ അറസ്റ്റ് ചെയ്തതൊക്കെ. യൂത്ത് കോൺഗ്രസിന്റെ സജീവമായിട്ടുള്ള പ്രവർത്തകരെ. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ഞാനുമായിട്ടല്ലാതെ പിന്നെ DYFI സംസ്ഥാന സെക്രട്ടറിയുമായിട്ടാണോ ബന്ധം ഉണ്ടാവുക? എന്നിട്ട് ഈ അറസ്റ്റ് ചെയ്തിട്ട് എന്താ സംഭവിച്ചത്? ഞാനതിനകത്ത് അവർക്ക് പോലും ഒരു ഡിഫൻസ് ഒരുക്കാൻ ഞാൻ പോകുന്നില്ല. ഞാൻ ചോദിച്ചു, അറസ്റ്റ് ചെയ്തിട്ട് എന്ത് സംഭവിച്ചു? താങ്കൾ ആ കോടതി നടപടികൾ ഫോളോ ചെയ്തിട്ടുണ്ടോ? കോടതികൾ പ്രോസിക്യൂഷനെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ എടുത്തിട്ടുള്ളത് താങ്കൾ വായിച്ചിട്ടുണ്ടോ? വായിക്കണം. കോടതിയുടെ പാസിംഗ് റിമാർക്കുകൾ വായിക്കണം.